നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് ആറാട്ടുപുഴ പൂരം. ഇന്നലെ തറക്കൽ പൂരം കഴിഞ്ഞ് പൂരകത്തമ്പതിലൂടെ കീഴോട്ടുകര മനയിലേക്ക് യാത്രയായി. കീഴോട്ടുകര മനയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കുറച്ച് ചരിത്രങ്ങളുണ്ട്. കീഴോട്ടുകര മനയിലെ ഒരു അന്തർജനം ഊരകത്തമ്മയെ പതിവായി തൊഴാൻ പോയിരുന്നു. ഇങ്ങനെ കീഴോട്ടുകര ആ അന്തർജനത്തിന് മംഗല്യയോഗം അല്ലെങ്കിൽ മംഗല്യ സമയം എതിർത്തു. അപ്പോൾ കല്യാണ സമയമായപ്പോൾ ഈ കുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഈ അമ്പലത്തിൽ നിന്ന് കുറേ അകലെയാണ്. അപ്പോൾ ഈ കുട്ടി അമ്പലത്തിൽ വന്ന് വിഷമത്തോടെ പ്രാർത്ഥിച്ചു, ഞാൻ കല്യാണം കഴിഞ്ഞ് പോവുകയാണ്, ഇനി അമ്മയെ കാണാൻ പറ്റില്ല എന്നൊക്കെ നടക്കൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ തിരുവടി ആ കുട്ടിയെ ഉള്ളിലേക്ക് വിളിച്ചു എന്നാണ് ചരിത്രം. പിന്നീട് ആ അന്തർജനത്തിനെ നമ്മളാരും കണ്ടിട്ടില്ല. ആ അന്തർജനം ഊരകത്തമ്മ തിരുവടിയെ ലയിച്ചു എന്ന് ഒരു ചരിത്രമുണ്ട്. തറക്കൽ പൂരം കഴിഞ്ഞ് ഊരകത്തമ്മ തിരുവടി ആ മനക്കലിലേക്ക് കുമാരിയായി വരുമെന്നാണ് ചരിത്രം. ഊരകത്തമ്മ തിരുവടിക്ക് ഇറക്കി പൂജയുള്ള ഒരു മനയാണ്, അല്ലെങ്കിൽ ഒരേ ഒരു മനയാണ് കീഴോട്ടുകര മന. അവിടെ അമ്മ തിരുവടിയെ പൂജിക്കുന്നത് പൂജാരിമാരോ ആരുമല്ല, അന്തർജനങ്ങളാണ്. കാരണം കീഴോട്ടുകര മനയിലെ അന്തർജനം അമ്മ തിരുവടിയെ ലയിച്ച കാരണം അവർക്ക് ഊരകമ്പലത്തിൽ വന്ന് അമ്മ തിരുവടിയെ ദർശിക്കേണ്ട ആവശ്യമില്ല. അവരെ കാണാൻ ഊരകത്തമ്മ തിരുവടി അവരുടെ മനയിലേക്ക് പോകുമെന്നാണ് ചരിത്രം. ഇനി അന്തർജനങ്ങളുടെ പൂജ കഴിഞ്ഞ് ഊരകത്തമ്മ തിരുവടി ഞങ്ങളുടെ ദേശത്തിലേക്ക് ഞങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ.